ഹലോ, എല്ലാവർക്കും നമസ്കാരം. കിച്ചണിലൊട്ട് സമയമില്ലാത്തവർക്കും ബാച്ചിലേഴ്സിനും കുട്ടികൾക്ക് വരെ വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്ന എഗ്ഗ് കൊണ്ടുള്ളൊരു സൈഡ് ഡിഷാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ചോറിനൊപ്പം സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ റോൾ ചെയ്തോ കഴിക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഏകദേശം 3 പേർക്ക് സെർവ് ചെയ്യാനുള്ള എഗ്ഗ് ബുർജിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് എഗ്ഗ് ബുർജി തയ്യാറാക്കാനായി തുടങ്ങാം. മുട്ട അടി പിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ ചൂട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റവിലൊന്ന് ചൂടാക്കാനായി വെക്കാം. ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ പച്ചമുളക് എടുത്തു മാറ്റാനുള്ള എളുപ്പത്തിന് ഇതുപോലെ ചെറുതായി അരിയാതെ വേണമെങ്കിൽ നീളത്തിലൊന്ന് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഏകദേശം ഒരു 30 സെക്കൻഡ് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ക്യൂബ്സായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ച് 2-3 മിനിറ്റ് വഴറ്റി സവാളയുടെ പച്ചച്ചുവയെല്ലാം ഒന്ന് മാറി സവാള ഒന്ന് സോഫ്റ്റായി കളർന്ന് മാറി തുടങ്ങുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു തക്കാളി ക്യൂബ്സായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കാതെ കുറച്ച് പഴുത്ത തക്കാളി എടുക്കുന്നതായിരിക്കും നല്ലത്. തക്കാളി ചേർത്തിട്ട് ഫ്ലെയിം മീഡിയത്തിനും ഹൈനും ഇടയിൽ തന്നെ വെച്ചിട്ട് തക്കാളി നന്നായി സോഫ്റ്റായി വെന്ത് കിട്ടും വരെ വഴറ്റിയെടുക്കാം. തക്കാളി ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഓപ്ഷണലാണ്, മല്ലിപ്പൊടി ചേർക്കാതെയും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് അധികം വേണ്ടാത്തവർക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനായി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം പൊടികളുടെ എല്ലാം പച്ചമണം മാറാനായി ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് മസാലയെല്ലാം മുട്ടയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് വേണ്ടവർക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം 2 മിനിറ്റോളം കൈ എടുക്കാതെ ഒന്ന് ഇളക്കി മുട്ട നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. മുട്ട പാകത്തിനൊന്ന് വെന്തിട്ടി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് 2-3 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയില ഒഴിവാക്കാവുന്നതാണ്. മല്ലിയില ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എഗ്ഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഈ ഒരു എഗ്ഗ് ബുർജി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും നമുക്കതുപോലെ കഴിക്കാം. എഗ്ഗ് ബുർജിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്